ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയിഞ്ചി. ഇഞ്ചിയും പുളിയും സവാള അങ്ങനെ ചുരുക്കം ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലെപ്പോഴുള്ള ചുരുക്കം ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന ഒരു കറിയാണ്. പക്ഷേ ഈ പുളിയിഞ്ചി ഉപയോഗിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം. നമുക്കിപ്പോൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന ദിവസം പുളിയിഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സദ്യ തന്നെ കഴിച്ച ഒരു പ്രതീതിയാണ്. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അതോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ഞാൻ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ ചെറുനാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, പിന്നെ വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ചെറുതായി ചോപ്പ് ചെയ്ത് 1/4 കപ്പ്, പിന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 2 സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞത്. നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കാരണം അത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. മുളക് നല്ലതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമ്മളൊന്ന് മൊരിയിച്ചെടുക്കണം. ഈ കറി കഴിക്കുമ്പോൾ അതിൽ ഇഞ്ചിയും ഉള്ളിയും അതുപോലെ മുളകൊക്കെ നമുക്ക് കഴിക്കാൻ പാകത്തിന് മൊരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ വേപ്പിലയും കൂടി ഇട്ടോ അതിൽ. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സവാള അരിഞ്ഞെടുത്തേക്കണമെന്ന് മാത്രം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം. ഈ കറി നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതിൽ നമുക്കൊന്നും വേസ്റ്റായിട്ട് കളയാനില്ല. കാരണം ഇഞ്ചിയും മുളകും എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞതാണ്. അത് നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ നമുക്കത് കഴിക്കാനായിട്ട് പറ്റും. സവാള നന്നായി വഴണ്ടി വന്നിട്ട് ഇനി നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി എല്ലായിടത്തും മൊരിയാൻ പാകത്തിന് ഇത് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കണം. അതിനുവേണ്ടി നമുക്കൊരു സ്റ്റെയിനറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലെ വേസ്റ്റൊക്കെ മാറ്റിയെടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ പുളിയിൽ ഒഴിച്ചിരുന്നത്. അത് മുഴുവനായിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഉടച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മളിപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ശർക്കരയൊക്കെ ശരിക്കും ഒന്ന് ഉടഞ്ഞു ചേരണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പും ഇതൊക്കെ നോക്കി ഉപ്പ് പോരങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമുക്കിത് ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഉണ്ടാക്കാനായിട്ട്
നമുക്ക് തോന്നും, കാരണം അത്രയും ടേസ്റ്റാണിത്. കുറച്ച് കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം ചോറ് കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.